ഷിജു ഖാൻ ചേരുന്നുണ്ട്. അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമാണ്. ഷിജു ഖാൻ, അതായത് കോടതി അടക്കം സിൻഡിക്കേറ്റിന്റെ ആ ഒരു തീരുമാനമൊക്കെ ശരിവെച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം കൂടി ഈ കോടതി കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്കറിയാം ഈ ഗവർണറുടെ തീരുമാനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചാൻസലറുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. താൽക്കാലിക VC നിയമനം അത് ഇപ്പോൾ നിലവിൽ സിസ തോമസിനും അതുപോലെ തന്നെ ശിവപ്രസാദിനുമാണ്. അവർ അടുത്ത സെക്കൻഡിൽ ഈ പടി ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ VCമാരുടെയൊക്കെ നിയമനം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് ഈ ഒരു നിയമനമൊക്കെ ഉണ്ടായത്. അന്ന് തന്നെ സർക്കാരുമായി വലിയ രീതിയിൽ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ താൽക്കാലിക VC നിയമനമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മോഹനൻ കുന്നുമ്മൽ അടക്കം ഒരു താൽക്കാലിക VC ആണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ശ്രീ ഷിജു ഖാൻ, VCമാരെ കൊണ്ട് സർവകലാശാല വിദ്യാഭ്യാസം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച ഗവർണറുടെ നിലപാടുകൾക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയാണിത്. സംഘപരിവാറിനെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ മുഴുവൻ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമം തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരായി ശക്തമായി കേരളത്തിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. വൈസ് ചാൻസലർമാർ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉന്നതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടേണ്ടവരാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും കൃത്യമായും സർക്കാരിന്റെ അഭിപ്രായം ആരായാതെയും സർക്കാരിന്റെ നിലപാട് കേൾക്കാതെയും ഏകപക്ഷീയമായിട്ടാണ് മുഹമ്മദ് ആരിഫ് ഖാൻ അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചത്. ഇത് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിന്യായം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ഇൻചാർജ് VCമാരെയും ഏകപക്ഷീയമായി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല സിൻഡിക്കേറ്റുകളെയും അതോടൊപ്പം സർവകലാശാലയിലെ ജനാധിപത്യ ബോഡികളെയും ഒക്കെ വെല്ലുവിളിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള കനത്ത പ്രഹരമാണ്. കേരള സർവകലാശാലയിലെ ഇൻചാർജ് VC ആയിട്ടുള്ള മോഹനൻ കുന്നുമേലിനെ ആരാണ് ഇൻചാർജ് VC ആക്കിയത്? സർക്കാരിന്റെ അഭിപ്രായം കേട്ടിട്ടില്ല, സർക്കാരിന്റെ നിലപാട് കേട്ടിട്ടില്ല, സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും അഭിപ്രായം കേട്ടിട്ടില്ല. ഇത് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ നടത്തിയ ഏകപക്ഷീയമായിട്ടുള്ള നിയമനമാണ്. ഇൻചാർജ് VC ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ അടക്കമുള്ളവരുടെ നിയമനം, അവരുൾപ്പെടെ ഇത്തരത്തിലുള്ള ആളുകൾ മുഴുവൻ പുറത്തു പോകണം എന്ന നിലപാടാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മെറിറ്റിനെയും സാമൂഹ്യനീതിയെയും അട്ടിമറിക്കാനുള്ള നിലപാടാണ് അക്കാലത്ത് ചാൻസലർ സ്വീകരിച്ചത്. സിസ തോമസിനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നിലപാടുകൾ എന്താണ്? സർവകലാശാലകളെ അവിടുത്തെ ജനാധിപത്യ ബോഡികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോയത്? എന്താ ഈ കാര്യങ്ങൾ? ഞങ്ങൾ അക്കാലത്തും സൂചിപ്പിച്ചു, ഞങ്ങൾ അക്കാലത്തും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു. ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും സർവകലാശാലകളുടെ മുഴുവൻ മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായി ഇത്തരം ആളുകളെ തിരികെ കയറ്റുകയല്ലേ ചെയ്തത്. ഇത് ശക്തമായ താക്കീതാണ്. ഗവർണർക്കും രാജ്ഭവനും കിട്ടിയിട്ടുള്ള ശക്തമായ താക്കീതാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് കേരളത്തിലെ ചാൻസലറും രാജ്ഭവനും തുടർന്ന് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. സർക്കാരിനെ മറികടന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാകരുത്. സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ നിയമമനുസരിച്ചാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അടക്കം തീരുമാനിക്കുന്നത് സർക്കാരിന്റെ നിയമസഭയുടെ നിയമങ്ങൾ അനുസരിച്ചാണ്. ഈ നിയമസഭ പാസാക്കിയ നിയമങ്ങൾ അനുസരിച്ച് സർവകലാശാലകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ കടിഞ്ഞാൺ മുഴുവൻ സംഘപരിവാറിന്റെ അയോഗ്യരായ ആളുകളുടെ കയ്യിലേക്കല്ലേ ചാൻസലർമാർ കൊടുത്തിട്ട് പോകുന്നത്? ഇതിലൊക്കെ കിട്ടിയിട്ടുള്ള കനത്ത പ്രഹരമാണെന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിശദമായ വിധിന്യായം വായിച്ച ശേഷം ഞാൻ പ്രതികരിക്കാമെന്ന് കരുതുന്നു. ശരി ഷിജു ഖാൻ.